മെഡിക്കൽ സെക്ടറിലെ കുറച്ച് കോഴ്സുകളൊന്ന് നോക്കിയാലോ. MBBS, BDS, ഹോമിയോ, ആയുർവേദം, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, പൊല്യൂഷൻ ആൻഡ് എൻവറോൺമെൻറ്റൽ സയൻസ്, ബയോടെക്നോളജി, അഗ്രികൾച്ചർ സെക്ടറിലെ കോഴ്സുകൾ ഇനിയുമുണ്ട്. BSc നഴ്സിംഗ്, ഫാർമസി കോഴ്സുകൾ, ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി കോഴ്സുകൾ. ഇത്രയും കോഴ്സുകളൊക്കെ +2 ശേഷം ഒരു അഡ്മിഷൻ കിട്ടാൻ ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഒരു നീറ്റ് എക്സാമിനേഷൻ എഴുതിയാൽ മതി. അത് മാത്രം പോരെ കേട്ടോ, അതിനോടൊപ്പം ഒരു കീം എക്സാമിനേഷനിൽ കേരള എൻട്രൻസ് കമ്മീഷൻ നടത്തുന്ന കീമിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കുകയും വേണം. അപ്പോൾ ഒറ്റ എക്സാമിനേഷനിലൂടെ ഇത്രയധികം കോഴ്സുകൾ കിട്ടുമോ? ഈ നീറ്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര എക്സാമിനേഷനാണോ? ഒരു ഭയങ്കര എക്സാമും അല്ല. 11th 12th പഠിക്കേണ്ട ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്റ്റിൻ്റെ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാത്രമുള്ള ക്വസ്റ്റ്യൻസ്. നമുക്കറിയാം, ഗവൺമെൻറ്റിലെ ഒരു LD ക്ലാർക്ക് എക്സാമിനേഷൻ എഴുതണമെങ്കിൽ 10ഓളം സിലബസുകൾ പഠിക്കണം അല്ലേ? എത്ര ലാംഗ്വേജ് വേണം? ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയും GKയും കറണ്ട് അഫയേഴ്സും എല്ലാം പഠിച്ചാലാണ് ഒരു ലോ ലെവൽ ജോലി കിട്ടുക. ഇത് എയിംസിലും AFMCയിലും ജിപ്മറിലും MBBS കോഴ്സുകൾ ഉൾപ്പെടെയുള്ള മികച്ച കരിയർ ഓപ്ഷൻസ്, ഡോക്ടർ ഡെസിഗ്നേഷൻസ്, അഗ്രികൾച്ചർ സെക്ടറിലെ വിവിധ സാധ്യതകൾ ഇതൊക്കെ തുറന്നു കിട്ടാൻ ഒറ്റ കാര്യം മതി. ഒരു വളരെ കുറച്ച് സിലബസായ NCERT നീറ്റ് എക്സാം വിൻ ചെയ്യുക, കീം എക്സാമിനേഷനിൽ രജിസ്റ്റർ ചെയ്യുക. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.